നമസ്കാരം. പ്രകൃതിയുടെ വിസ്മയകരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് കൊടുങ്കാറ്റുകൾ. ആകാശം ഇരുണ്ട്, കാറ്റും മഴയും ഒന്നിച്ച് ആഞ്ഞു വീശുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് ഈ ഭീകരമായ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നത്? എന്തൊക്കെയാണ് അവയുടെ ശാസ്ത്രീയമായ കാരണങ്ങൾ? കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം കാറ്റിൻ്റെയും അന്തരീക്ഷത്തിലെയും താപനിലയ്ക്കുണ്ടാകുന്ന വ്യത്യാസമാണ്. സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിലേക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല എത്തുന്നത്. കടലുകൾ, കരപ്രദേശങ്ങൾ, മരുഭൂമികൾ, പർവ്വതങ്ങൾ എന്നിവയെല്ലാം സൂര്യൻ വ്യത്യസ്ത രീതിയിലാണ് ചൂടാക്കുന്നത്. ഉദാഹരണത്തിന്, കര പെട്ടെന്ന് ചൂടാകുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനം ചൂടാകുകയും സാവധാനം തണുക്കുകയും ചെയ്യുന്നു. ഈ താപനില വ്യത്യാസമാണ് അന്തരീക്ഷത്തിൽ വായുവിൻ്റെ ചലനത്തിന് കാരണമാകുന്നത്. നമുക്കറിയാം, ചൂടുള്ള വായു എപ്പോഴും മുകളിലേക്ക് ഉയരുന്നു. ഒരു പ്രദേശത്തെ വായു ചൂടായി മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്ത് വായുവിൻ്റെ സാന്ദ്രത കുറയുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ന്യൂനമർദ്ദം നികത്താനായി ചുറ്റുമുള്ള തണുത്തതും സാന്ദ്രത കൂടിയതുമായ വായു അഥവാ ഉയർന്ന മർദ്ദത്തിലുള്ള പ്രദേശത്തു നിന്നും കാറ്റ് ശക്തമായി ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുവാൻ തുടങ്ങുന്നു. ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. ഇങ്ങനെ വീശുന്ന കാറ്റിന് ഒരു പ്രത്യേക ദിശയിൽ കറങ്ങുവാനുള്ള പ്രവണതയുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു പ്രധാന ശാസ്ത്രീയമായ പ്രതിഭാസമുണ്ട്. അതാണ് കൊറിയോളിസ് പ്രഭാവം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഭൂമിയിൽ ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും കാറ്റിന് പോലും ഒരു തരം ദിശമാറ്റം സംഭവിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റ് ഇടത്തോട്ടും കറങ്ങുവാൻ തുടങ്ങുന്നു. ഇങ്ങനെ കറങ്ങുന്ന കാറ്റ് സാവധാനം ശക്തി പ്രാപിച്ച് വായുവിൻ്റെ വലിയ ചുരുളുകളായി മാറുമ്പോഴാണ് ഇത് ചുഴലിക്കാറ്റ് അഥവാ സൈക്ലോൺ ആയി മാറുന്നത്. ഈ കറങ്ങുന്ന കാറ്റുകളുടെ മധ്യഭാഗം താരതമ്യേന ശാന്തമായിരിക്കും. ഇത് കൊടുങ്കാറ്റിൻ്റെ കണ്ണ് എന്ന് വിളിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൊടുങ്കാറ്റുകൾക്ക് വ്യത്യസ്ത പേരുകളാണ് നൽകിയിരിക്കുന്നത്. അവ രൂപപ്പെടുന്ന സമുദ്രങ്ങളെ ആശ്രയിച്ചാണ് ഈ പേരുകൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്നവയെ നമ്മൾ സൈക്ലോൺ എന്ന് വിളിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും രൂപം കൊള്ളുന്ന ഭീമാകാരമായ കൊടുങ്കാറ്റുകളാണ് ഹൂറിക്കെയിൻ. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ പ്രധാനമായും ജപ്പാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കു ചുറ്റും ഇവയെ ടൈഫോൺ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കരീബിയൻ കടലുകളിൽ ടൊർണാഡോകൾ ഉണ്ട്. ഇത് ചുഴലിക്കാറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ പ്രദേശത്ത് രൂപം കൊള്ളുന്നതും കൂടുതൽ തീവ്രമായതുമാണ്. 2021 മെയ് മാസത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ആഞ്ഞു വീശിയ ടൗട്ടെ ചുഴലിക്കാറ്റ് നമുക്ക് മറക്കാനാവാത്ത ഒരു ദുരനുഭവമായിരുന്നു. ഒരു സാധാരണ ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് ഇത് പതുക്കെ ഒരു ചുഴലിക്കാറ്റായി മാറുകയായിരുന്നു. അറബിക്കടലിൽ നിന്ന് ടൗട്ടെ രൂപപ്പെട്ടത്. പിന്നീട് ഇത് വടക്കൻ പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങുകയും ഗുജറാത്ത് തീരത്ത് അതിശക്തമായ കാറ്റും മഴയും നാശനഷ്ടങ്ങളും വരുത്തുകയും ചെയ്തു. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ടൗട്ടെ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. കൊടുങ്കാറ്റുകൾ പ്രകൃതിയുടെ ശക്തിയുടെ വലിയ രൂപങ്ങളാണ്. അവ എങ്ങനെ രൂപപ്പെടുന്നു? എന്തുകൊണ്ടാണ് അവ ഇത്ര ശക്തമാകുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ ധാരണ ലഭിച്ചു കാണും എന്ന് കരുതുന്നു. പ്രകൃതിയുടെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എല്ലാവർക്കും നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.